വേതന പരിഷ്കരണം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഈ മാസം 27 മുതലാണ് സമരം. കടകൾ അടച്ചായിരിക്കും റേഷൻ വ്യാപാരികൾ സമരം നടത്തുക. വിവിധ ട്രേഡ് യൂണിയനുകളുടെ പിന്തുണയോടെയായിരിക്കും സമരം. 18,000 രൂപയിൽ നിന്നും 30,000 രൂപയായി അടിസ്ഥാന വേതന നിരക്ക് ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുന്നത്. മന്ത്രി GR അനിൽ റേഷൻ വ്യാപാരി സംഘടനകളുമായി ഇന്ന് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് അനിശ്ചിതകാല സമര പ്രഖ്യാപനം. കടകളടച്ചാവും സമരമെന്ന് സംയുക്ത സമരസമിതി പ്രസിഡന്റ് ജോണി നെല്ലൂർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 7 വർഷം മുമ്പ് നിശ്ചയിച്ച വേതന പാക്കേജ് പോലും റേഷൻ വ്യാപാരികൾക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ മറ്റു മാർഗമില്ലാത്ത പശ്ചാത്തലത്തിൽ സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല. ഞങ്ങൾക്ക് ഗത്യന്തരമില്ലാതെ സമരത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ഞങ്ങൾ മന്ത്രിയോട് പറഞ്ഞു. ഗവൺമെൻറ് അഭ്യർത്ഥനയെ തള്ളിക്കളയാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 27-ാം തീയതി നേരത്തെ പ്രഖ്യാപിച്ച സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ്. ആ തീരുമാനം ഇന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് എടുത്തിട്ടുണ്ട്. അനിശ്ചിതകാല കടയടപ്പ് സമരമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുമായി മുന്നോട്ട് പോവുകയാണ്. CITU, AITUC, INTUC തുടങ്ങിയ എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും പിന്തുണയോടെയായിരിക്കും അനിശ്ചിതകാല സമരം. മുഖ്യമന്ത്രി പ്രശ്നത്തിൽ ഇടപെടണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കിയതിൽ തൃപ്തരാണെന്ന് സംഘടന അറിയിക്കുകയും ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.